സംസ്ഥാനത്ത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ ദുരൂഹത വളർത്തുകയാണ്. കഴിഞ്ഞ നവംബർ മുതൽ പ്രധാനമായും 12 തീപിടുത്തങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത്. ഇതിൽ ഫാമിലി പ്ലാസ്റ്റിക്കിലെ തീപിടുത്തം ആസൂത്രിതമാണെന്ന് പോലീസ് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. കോഴിക്കോട് മിഠായി തെരുവിലുണ്ടായ തീപിടുത്തം, വയനാട് കൽപ്പറ്റയിൽ സിന്ദൂർ ടെക്സ്റ്റൈൽസിലെ തീപിടുത്തം, തിരുവനന്തപുരത്തെ ഫാമിലി പ്ലാസ്റ്റിക്, എറണാകുളത്തെ പാരഗൺ തുടങ്ങി പ്രധാനമായും 12 അഗ്നിബാധയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഉണ്ടായത്. ഇതിൽ ഫാമിലി പ്ലാസ്റ്റിക്കിലേത് മാത്രമാണ് അന്വേഷണം പൂർത്തിയായിരിക്കുന്നത്. ഇതിൽ തന്നെ തീപിടുത്തം ആസൂത്രിതമാണെന്ന് കണ്ടെത്തിയിരുന്നു. ബാക്കിയുള്ളവയിലും സംസ്ഥാന അഗ്നിശമന സേനയ്ക്ക് സംശയം നിലനിൽക്കുന്നുണ്ട്. തുടർച്ചയായ തീപിടുത്തങ്ങൾ സംബന്ധിച്ച് പോലീസിനോട് വിശദമായി അന്വേഷിക്കാൻ ആവശ്യപ്പെടുമെന്ന് ഫയർഫോഴ്സ് മേധാവി DGP A. ഹേമചന്ദ്രൻ പറഞ്ഞു. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഉണ്ടായ സംഭവങ്ങളിൽ ഇത് പരിശോധിച്ച് അവിടെ ഉണ്ടായിട്ടുള്ള നിയമലംഘനങ്ങൾ, ചട്ടലംഘനങ്ങൾ, ഇത് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ലയബിലിറ്റി ഇതിലുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്ന് പോലീസിനോട് ഞങ്ങൾ സ്പെസിഫിക് ആയിട്ട് ആവശ്യപ്പെടും. ഇൻഷുറൻസ് വെട്ടിപ്പ്, കുടിപ്പക, കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കൽ, ചില സംഘടനകളുടെ ഇടപെടൽ എന്നിവയെല്ലാം ഇക്കാര്യത്തിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. വിരലടയാളം പോലും ശേഖരിക്കാനാകാത്തതും തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നതുമാണ് കൃത്യമായ അന്വേഷണത്തെ ഇത്തരം സംഭവങ്ങളിൽ തടയുന്നത്. തീപിടുത്തം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ കെട്ടിടങ്ങളുടെയും വ്യാപാര സ്ഥാപനങ്ങൾ, ഗോഡൌണുകൾ എന്നിവയുടെയും സുരക്ഷാ രേഖകൾ പരിശോധിക്കാൻ അതാത് ഏജൻസികളോട് അഗ്നിശമന സേന ആവശ്യപ്പെടും. മീഡിയ 1 തിരുവനന്തപുരം.